ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പമ്പാ നദിക്ക് കുറുകെ പണികഴിപ്പിച്ച മനോഹരമായ ഒരു പാലമാണ് പടഹാരം പാലം. ഇത് കേരളത്തിലെ ആദ്യത്തെ പാത്വേ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ഡബിൾ ഡെക്കർ രീതിയിലുള്ള പാലമാണെന്നും അറിയപ്പെടുന്നു. കരുവാറ്റ കുപ്പപ്പുറം റോഡിൽ പമ്പാ നദിക്ക് കുറുകെ തകഴി നെടുമുടി പഞ്ചായത്തുകളെ തമ്മിൽ ഈ പാലം ബന്ധിപ്പിക്കുന്നു. പാലത്തിന്റെ ആകെ നീളം ഏകദേശം 453 മീറ്ററാണ്. വാഹനങ്ങൾ പോകുന്ന ഭാഗത്ത് 7.5 മീറ്റർ വീതിയുണ്ട്. കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി 8 വാച്ച് ടവറുകൾ ഈ പാലത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈ പാലം. ഇതൊരു ഡബിൾ ഡക്കർ പാലമായതിനാൽ പാലത്തിന് താഴെ കാൽനട യാത്രക്കാർക്കും പാലത്തിന് മുകളിൽ വാഹനങ്ങൾക്കും പോകുന്നതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കായി താഴെ ഇരുവശങ്ങളിലും 1.7 മീറ്റർ വീതിയിലുള്ള നടപ്പാതകളുണ്ട്. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെയും കായലുകളുടെയും 360 ഡിഗ്രി കാഴ്ചകൾ നൽകുന്നതിനാൽ ഒരു മികച്ച ഷൂട്ടിംഗ് ലൊക്കേഷനായും വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായും പടഹാരം പാലം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ആലപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 16.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററാണ് ഈ പാലത്തിലേക്കുള്ള ദൂരം. ആലപ്പുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ പൂപ്പള്ളി ജംഗ്ഷനിലെത്തുക. പൂപ്പള്ളി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് കയറി കഴിഞ്ഞാൽ ചമ്പക്കുളം പള്ളിയിലേക്കുള്ള റോഡാണ്. ചമ്പക്കുളം പള്ളിയിൽ നിന്നും അമ്പലപ്പുഴയിലേക്കുള്ള റൂട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് പടഹാരം പാലത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇനി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ മങ്കൊമ്പ് ജംഗ്ഷനിലെത്തുക. അവിടുന്ന് ചമ്പക്കുളം പള്ളിയിലേക്ക് എത്തിച്ചേരുക. അവിടുന്ന് തൊട്ടടുത്താണ് പടഹാരം പാലം. ഈ ഒരു പാലത്തിലേക്ക് വരികയാണെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് വരാൻ ശ്രമിക്കുക. കാരണം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് ഈ ഒരു പ്രദേശത്ത്. കൂടാതെ സൺസെറ്റ് സമയത്തും നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ. അമ്പലപ്പുഴയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ദൂരമാണ് ഈ പാലം. അമ്പലപ്പുഴയിൽ നിന്നും വരുമ്പോൾ അമ്പലപ്പുഴ തിരുവല്ല റോഡ് കയറുക. അവിടുന്ന് തകഴി ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പടഹാരം പാലം റൂട്ടിലേക്ക് കയറാവുന്നതാണ്. മഴ നനയാതെയും വെയിൽ ഏൽക്കാതെയും പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് അടിഭാഗത്തെ നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. ഈയൊരു പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പ്രശസ്തമായ ചമ്പക്കുളം പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചമ്പക്കുളം പള്ളിയുടെ ലൊക്കേഷൻ ഇട്ട് വന്നാലും നമുക്ക് ഈ പടഹാരം പാലത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലായി തട്ടുകടകളും ചായക്കടകളും ഒക്കെയുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വരികയാണെങ്കിൽ ഈ കാണുന്ന പോലെ നല്ല ഭംഗിയാർന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ആസ്വദിക്കാം. കുട്ടനാടിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിലെ പുതിയൊരു ആകർഷണമാണ് ഈ ഒരു പാലം. ആലപ്പുഴയിൽ ഒത്തിരി പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇങ്ങനൊരു പാലം ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സന്ദർശിച്ചു നോക്കൂ. താങ്ക് യു.